എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബോട്ടിലിൽ എങ്ങനെ കഥകളി മുഖം വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം പരന്ന ഒരു ബോട്ടിൽ തന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. ക്യാപ്പൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കാം. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഈവനായിട്ട് എല്ലായിടവും കളർ അപ്ലൈ ചെയ്തെടുക്കാം. ഈ ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുന്നതിനാണ്. എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നത്. ഇതിപ്പോൾ പെയിൻറ്റെല്ലാം നന്നായിട്ട് ഉണങ്ങി നല്ല സ്മൂത്ത് സർഫസ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബോട്ടിലിൽ വരയ്ക്കേണ്ട ചിത്രം ആദ്യം ഒരു വൈറ്റ് പേപ്പറിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ബോട്ടിലേക്ക് ഒന്ന് കോപ്പി ചെയ്തെടുത്താൽ മതിയാവും. ഡയറക്റ്റായിട്ട് ബോട്ടിൽ വരയ്ക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ബോട്ടിൽ വരച്ചെന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് മായ്ച്ചിട്ട് നമുക്കൊന്നും കൂടെ ക്ലിയർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പേപ്പറിലാകുമ്പോൾ ആ ഒരു വിഷയം വരുന്നില്ല. ഈ കാർബൺ പേപ്പറും പിക്ചറും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിൽ തൽക്കാലത്തേക്ക് ഞാൻ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് അങ്ങ് ഒട്ടിച്ചു വെച്ചിരിക്കും. ഇനി ഈ പിക്ചറിൻ്റെ മുകളിൽ കൂടെ ഞാൻ പെൻസിൽ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് വരച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മാസ്കിൻ ടേപ്പ് അങ്ങ് ഇളക്കി മാറ്റാം. ഇതാണ്, ഇത് ബോട്ടിൽ നമുക്ക് നന്നായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കളർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഗ്രീൻ വരുന്ന ഭാഗങ്ങളെല്ലാം അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഔട്ട്ലൈനും കൂടെ കവർ ചെയ്ത രീതിയിൽ തന്നെയാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഈ മൂക്കിൻ്റെയും മറ്റും ഭാഗങ്ങളൊക്കെ വരുന്നിടത്ത് ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡുകൾ ഉപയോഗിച്ച് നമുക്കതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെറ്റിയുടെ ഭാഗത്തെ ആ യെല്ലോ പോർഷനുകളൊക്കെ കവർ ചെയ്യാം. ഇനി നമുക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. താടിയുടെ ഭാഗം 3 ലെയറുകളായിട്ടാണല്ലോ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും ഫ്രണ്ടിൽ പ്യുവർ വൈറ്റ് തന്നെ അടിച്ചു കൊടുക്കാം. ബാക്കിലോട്ട് നമുക്ക് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസത്തിൽ അടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് 3 ലെയറായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഒറ്റ ലെയറായിട്ടങ്ങ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ആദ്യത്തെ ലെയർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയറുകൾ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റെഡ് കളറുള്ള പോർഷനുകളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം.
വൈറ്റിൽ ഒരൽപ്പം ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ബാക്കിലോട്ടുള്ള ലെയർ അടിച്ചു കൊടുക്കുന്നത്. രണ്ട് ലെയറിൻ്റെ അരികുകൾ പ്യൂർ വൈറ്റ് ഇട്ട് തന്നെ ഒന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താടിയുടെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് പോർഷൻ ഓറഞ്ച് കളറിലാണ്. ഈ കിരീടത്തിൻ്റെ കുറച്ച് പോർഷനിൽ സിൽവർ കളർ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റാലിക് സിൽവർ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഭരണത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഗോൾഡൻ കളറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണുകളിൽ ചെറിയൊരു ചുവപ്പ് കലർന്നതാണ്. അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. റെഡും ബ്ലൂ ഒക്കെ ഉപയോഗിച്ച് കുറച്ച് അലങ്കാര പണികളും ഇതിൽ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറച്ച് ബ്ലൂ ഷെയ്ഡും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഇതിൻ്റെ പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ കളറൊന്നും ഫെയ്ഡ് ആകാതെ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഈ വാർണിഷ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു ചുവന്ന ത്രെഡും കൂടെ അങ്ങ് ചുറ്റി കൊടുക്കാം. ഈ ത്രെഡിൻ്റെ രണ്ടറ്റത്തും ഓരോ ചെറിയ ഗോൾഡൻ ബീഡ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാനിതിനു മുമ്പ് ബോട്ടിൽ ഉപയോഗിച്ചൊരു കഥകളി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.